നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രമുഖ നേതാക്കളുടെ നിര പാർട്ടികളുടെ പ്രചാരണത്തിനായി സജീവമായി ഇറങ്ങുന്നു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനായി AICC ജനറൽ സെക്രട്ടറിയും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധി 14-ന് മണ്ഡലത്തിലെത്തും. അതിന് ഒരു ദിവസം മുമ്പായി മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF സ്ഥാനാർത്ഥി M സ്വരാജിനായി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കാനെത്തും. 3 ദിവസം മുഖ്യമന്ത്രി മണ്ഡലത്തിലുണ്ടാകുമെന്നാണ് വിവരം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും മന്ത്രിമാരുൾപ്പെടെയുള്ള LDF നേതാക്കളും വരും ദിവസങ്ങളിൽ സജീവമായി നിലമ്പൂരിലുണ്ടാകും. ഇതിനിടെ സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറിൻ്റെ പ്രചാരണത്തിന് തൃണമൂൽ കോൺഗ്രസ് MP യൂസഫ് പഠാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 15-ാം തീയതി 3 മണിക്ക് നിലമ്പൂരിലെത്തുന്ന യൂസഫ് പഠാൻ റോഡ് ഷോ നടത്തുമെന്നാണ് അൻവർ ക്യാമ്പ് അറിയിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള അൻവറിന്റെ പത്രിക നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു. ഇതിനിടെ അൻവറിനെതിരെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ രംഗത്തെത്തിയിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻവർ പാർട്ടി ചിഹ്നവും കൊടിയും ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കലക്ടർക്ക് പരാതി നൽകിയതായി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 2007 മുതൽ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കോർഡിനേറ്റർ എന്ന നിലയ്ക്കാണ് അൻവറിന് പാർട്ടിയിൽ നിയമനം നൽകിയത്. സംസ്ഥാന കമ്മിറ്റിയെ അവഗണിച്ചുകൊണ്ടാണ് അൻവറിന്റെ പ്രവർത്തനം. ഇതെല്ലാം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ മനസാക്ഷി വോട്ട് ചെയ്യാനാണ് പാർട്ടി ആഹ്വാനമെന്നും ഭാരവാഹികൾ പറയുന്നു. അതായത് അൻവറിന് തൃണമൂൽ കോൺഗ്രസിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്നർത്ഥം. തൃണമൂലിൻ്റെ വോട്ട് അൻവറിന് കിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിനോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.